നമസ്കാരം. പ്രിയ കോവിലകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രിയ കൃഷ്ണ. ലോകത്തിലെ ഒരു ചെറിയ കടലിടുക്ക്, ലോകരാഷ്ട്രങ്ങൾ എപ്പോഴും ഉറ്റുനോക്കുന്ന കടലിടുക്ക്, ലക്ഷോപലക്ഷം ജനങ്ങൾ ദിനം പ്രതി ചർച്ച ചെയ്യുന്ന കടലിടുക്ക്, ലോകത്തിൻ്റെ സമ്പദ്ഘടനയിലെ നട്ടെല്ലായ കടലിടുക്ക്, അതാണ് ഹോർമൂസ് കടലിടുക്ക്. എവിടെയാണ് ഹോർമൂസ് കടലിടുക്ക്? പേർഷ്യൻ ഗൾഫിനും ഒമാൻ കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കടലിടുക്കാണ് ഹോർമൂസ് കടലിടുക്ക്. ഹോർമൂസ് എന്ന പദം ഒരു പേർഷ്യൻ പദമാണ്. ഇത് സ്വരാഷ്ട്രീയൻ മതസ്ഥരുടെ ദേവനായ അഹോരമസ്ത എന്ന പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അഹോരമസ്ത എന്ന പദത്തിനർത്ഥം ജ്ഞാനത്തിൻ്റെ അഥവാ പ്രകാശത്തിൻ്റെ ദേവൻ എന്നാണ്. ഇറാന്റെ തെക്ക് ഭാഗത്തായി ഹോർമൂസ് എന്ന് പറയുന്ന ഒരു ദ്വീപും നിലവിലുണ്ട്. ഇതേ പേര് തന്നെയാണ് ഈ കടലിടുക്കിനും കൊടുത്തിട്ടുള്ളത്. അത്രത്തോളം ആത്മീയമായ പ്രാധാന്യം ഈ പേരിനുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഹോർമൂസ് കടലിടുക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ കൂടുതൽ ഭാഗവും ഇറാന്റെ പരിധിയിലാണ് പെടുന്നത്. അതുകൊണ്ടാണ് ഹോർമൂസിനെ നിയന്ത്രിക്കുന്നത് ഇറാനാണെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചെറിയ കടലിടുക്കാണെന്ന്. ഇതിൻ്റെ നീളം 154 കിലോമീറ്ററും വീതിയാകട്ടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തിന് 39 കിലോമീറ്ററും അതുപോലെ ആഴം 60 മുതൽ 100 മീറ്ററുമാണ്. ഇറാനിൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ കപ്പൽ ചാലിന് വെറും 3 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ. അത്രയും ചെറിയ 3 കിലോമീറ്റർ വീതിയുള്ള ആ ഒരു കപ്പൽ ചാൽ അടച്ചാൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിശ്ചലമാവും. അത്രത്തോളം തന്ത്ര പ്രാധാന്യമുള്ള ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1908 ഇറാനിൽ നിന്ന് ആദ്യമായി എണ്ണ ഖനനം ചെയ്തെടുത്ത അന്ന് മുതലാണ് ഹോർമൂസ് വഴി എണ്ണ പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അന്ന് മുതലേ ഹോർമൂസിന് അത്രയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിനുശേഷം 16-ാം നൂറ്റാണ്ടിൽ 1515 അൽഫോൺസ ഡി ആൽബുക്കർക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോർച്ചുഗീസുകാർ ഹോർമൂസിലെത്തുകയും ഹോർമൂസ് പിടിച്ചെടുക്കുകയും അവിടെ ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ടായപ്പോഴേക്കും 1622 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇറാൻ സേനയും ചേർന്ന് പോർച്ചുഗീസുകാരെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുകയും അതിനുശേഷം ബ്രിട്ടീഷുകാർ ഹോർമൂസിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. 1959 ആയപ്പോഴേക്കും ഇറാൻ തങ്ങളുടെ സമുദ്ര അതിർത്തി 12 നോട്ടിക്കൽ മൈലായി വികസിപ്പിച്ചപ്പോഴും 1972 ഒമാൻ അവരുടെ സമുദ്ര അതിർത്തി ഇതുപോലെ 12 നോട്ടിക്കൽ മൈലായി വികസിപ്പിച്ചപ്പോഴുമാണ് ഹോർമൂസ് ഈ 2 രാജ്യങ്ങളുടെയും അധീനതയിലായത്. ഇന്ന് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ ദിനം പ്രതി 2 കോടിയിലധികം ബാരൽ എണ്ണയാണ് ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്തിന്റെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 20%. അത്രത്തോളം സാമ്പത്തിക പ്രാധാന്യം ഹോർമൂസിനുണ്ടെന്നർത്ഥം. ഹോർമൂസ് കടലിടുക്കിന് പകരം വയ്ക്കാൻ മറ്റൊരു പാതയില്ല എന്നതാണ് മറ്റൊരു വിസ്മയം. ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിന് കീഴിലാണല്ലോ ഹോർമൂസ്. അതുകൊണ്ട് പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഹോർമൂസ് അടയ്ക്കും എന്ന ഭീഷണി ഇറാൻ മുഴക്കാറുണ്ട്. 1980 മുതൽ 88 വരെയുള്ള കാലഘട്ടം ഇറാൻ ഇറാഖ് യുദ്ധം നടന്നപ്പോൾ ഹോർമൂസിലൂടെ പോയ എല്ലാ ടാങ്കർ കപ്പലുകളെയും ഇരു രാജ്യങ്ങളും ചേർന്ന് ആക്രമിച്ചിരുന്നു. അന്ന് ഇതിനെ ടാങ്കർ യുദ്ധം എന്നാണ് വിളിച്ചിരുന്നത്. 2011-12 കാലഘട്ടത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ഉപരോധിച്ചപ്പോഴും ബാങ്കിംഗ് സിസ്റ്റത്തെ മൊത്തത്തിൽ ഉപരോധിച്ചപ്പോഴും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും എന്ന ഭീഷണി മുഴക്കിയിരുന്നു. സിവിൽ ആണവക്കരാർ റദ്ദ് ചെയ്തപ്പോഴും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ഹോർമൂസിലൂടെ കടന്നുപോയ ബ്രിട്ടന്റെ സ്റ്റീന എൻപെറു എന്ന എണ്ണക്കപ്പൽ ഇറാൻ പിടിച്ചടക്കുകയും അമേരിക്കയുടെ നിരീക്ഷണ ഡ്രോണുകളെ വെടിവെച്ചിടുകയും ഒക്കെ ചെയ്തിരുന്നു. പലപ്പോഴും ഹോർമൂസ് അടയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയല്ലാതെ പൂർണ്ണമായും ഇന്ന് വരെ ഹോർമൂസ് അടച്ചിട്ടില്ലായിരുന്നു. ഹോർമൂസിന് പകരം വയ്ക്കാൻ മറ്റൊരു ജലപാത ഇല്ല എന്നതാണ് മറ്റൊരു സവിശേഷത. അതുതന്നെയാണ് ഹോർമൂസിനെ വേറിട്ട് നിർത്തുന്നത്. യമനിലെ വിമത ഗ്രൂപ്പായ ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള എണ്ണക്കപ്പലുകളെ ആക്രമിക്കുന്നത് കൊണ്ട് ചെങ്കടലിൽ കൂടി എണ്ണക്കപ്പലുകൾക്ക് പോകാൻ എന്തായാലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഹോർമൂസിലെ സുരക്ഷാ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ സുരക്ഷിതമായ പല പ്രദേശങ്ങളിലൂടെ അവരുടെ എണ്ണ പൈപ്പുകൾ കൊണ്ടുപോകൽ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമൂസിനെ സംബന്ധിച്ച മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് എണ്ണ ഖനനം ചെയ്യുന്ന പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് കുവൈറ്റ്, സൗദി അറേബ്യ, UAE, ഒമാൻ, ഇവയെല്ലാം ഹോർമൂസിൻ്റെ പരിസര പ്രദേശത്തുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ ഹോർമൂസ് വലിയൊരു വില്ലനായി തന്നെ നിലകൊള്ളുകയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ അമേരിക്ക അതിലൊരു മെയിൻ പങ്കാളിയായി കൂടി.
എന്നാൽ അമേരിക്കയെ നേരിട്ട് ഒരു യുദ്ധത്തിലൂടെ, സൈനിക നീക്കത്തിലൂടെ പരാജയപ്പെടുത്താൻ ഇറാന് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഇറാനുള്ളത്. മാത്രമല്ല, അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതും ഇറാൻ പതിവാക്കി കഴിഞ്ഞു. അപ്പോഴും ഇറാൻ ഒരു തുറപ്പ് ചീട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഹോർമൂസിനെയാണ്. അഥവാ ഈ ഹോർമൂസിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ അത് ലോകത്തിൻ്റെ തന്നെ സമ്പദ്ഘടനയെ ബാധിക്കും. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇന്ധനവില കുതിച്ചുയരും, സാമ്പത്തിക മാന്ദ്യം സംഭവിക്കാം, പണപ്പെരുപ്പം ഉണ്ടാകാം. അതുപോലെ അമേരിക്കയുടെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെല്ലാം വളരെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഹോർമൂസ് അടഞ്ഞു കിടന്നാൽ അത് അമേരിക്കയെ മാത്രമല്ല കേട്ടോ, ഇന്ത്യയെ വളരെ മോശമായി ബാധിക്കാം. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന 40% ക്രൂഡ് ഓയിലും വരുന്നത് പേർഷ്യൻ ഗൾഫിൽ നിന്നാണ്. മാത്രമല്ല, ദിനംപ്രതി നമ്മൾ ഉപയോഗിക്കുന്ന 55 ലക്ഷം ബാരൽ ഓയിലിൽ 15 ലക്ഷം ബാരൽ ഓയിൽ വരുന്നത് ഹോർമൂസിലൂടെയാണ്. ഹോർമൂസ് അടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കുറേയൊക്കെ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവയെല്ലാം ആഭ്യന്തര ആവശ്യങ്ങൾക്കായി നമ്മൾ വിനിയോഗിക്കേണ്ടി വരും. അങ്ങനെ വിനിയോഗിക്കപ്പെട്ടാൽ കയറ്റുമതിയും അതിൽ നിന്നുള്ള വരുമാനവും എല്ലാം ഇന്ത്യക്ക് നിലയ്ക്കും. അതോടുകൂടി ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ താറുമാറാവും. ഹോർമൂസിൽ ഇങ്ങനെ പല തടസ്സങ്ങളും ഉണ്ടായ സമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്നും പശ്ചിമാഫ്രിക്കയിൽ നിന്നുമൊക്കെ ആവശ്യത്തിന് ഓയിലും പാചകവാതകവും ഒക്കെ എത്തിച്ചത് നമ്മൾ ന്യൂസുകളിൽ കണ്ടതാണ്. ഒരുപാട് സംഘർഷങ്ങൾ ഹോർമൂസിൽ ഉണ്ടായപ്പോഴും ഇന്ത്യയുടെ കപ്പലുകൾ വളരെ സ്മൂത്തായിട്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ വരുന്നതിൻ്റെ വീഡിയോസ് ഇപ്പോഴും അഭിമാനം നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും ഇറാൻ ആവശ്യപ്പെടുന്നത് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള അധികാരം ഇറാന് മാത്രം വേണമെന്നാണ്. പക്ഷെ അത് ലോകത്തിലെ മറ്റ് ശക്തികൾ ആരും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. കാരണം ഹോർമൂസിനെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് പലപ്പോഴും ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹോർമൂസുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നയതന്ത്ര ഇടപെടലുകളിലൂടെയും അതുപോലെ സമാധാന ചർച്ചകളിലൂടെയും മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആയുധം എടുക്കുന്നതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമല്ലാതെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇനിയെങ്കിലും ആഗോള ഗതാഗത നാഡിയിൽ സമാധാനവും സുസ്ഥിരതയും ഉടൻ തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.